സാജു, മാങ്ങയുടെ വില നിശ്ചയിക്കുന്ന കാര്യത്തിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ട് അല്ലേ? ശരിക്കും ഞങ്ങളല്ല ഇതിൻ്റെ ആളുകൾ. ഇത് ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള കുറേ കമ്പനികളുണ്ട്. അവരാണ് ഇവിടെ മാങ്ങ എടുക്കുന്നതും മാങ്ങയുടെ വില നിശ്ചയിക്കുന്നതൊക്കെ. ഡൽഹിയിൽ എന്ത് വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ള കാര്യമല്ല ഇവിടെ വിഷയം. ഇവരിവിടുന്ന് ഒരു വിലയ്ക്ക് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ ആ മാങ്ങ എടുക്കുന്നത് നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് ബോക്സിലാക്കിയിട്ടാണ് അയക്കുക. ഇത് അയച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് മാർക്കറ്റിൽ എന്ത് വിലയ്ക്കാണോ പോയതെന്നൊന്നും നമുക്കറിയില്ല. അവരൊരു വിലയിടും. ഇന്ന വെറൈറ്റി ഇത്ര പീസസ് അതിന് ഇന്ന വില അവിടെ. അല്ലാതെ ഡൽഹിയിലിപ്പോൾ നമ്മൾ അയക്കുന്ന മാങ്ങ മാക്സിമം ഒരു നേരത്തെയൊക്കെ പണ്ടൊക്കെ 1200 1500 വരെ ഒരു ബോക്സ് പോകാറുണ്ട്. ഇപ്പോൾ അതൊരു 600 ഒരു 800 രൂപ വരെ ആയിട്ട് മാറി, താഴ്ത്തി. അന്ന് 1200 രൂപയ്ക്ക് പോയിക്കൊണ്ടിരുന്ന മാങ്ങ 3500 4000 വരെ അവിടെ വിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഇവിടെ ഒരു അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട്? അല്ല, അങ്ങനെയെല്ലാം തുടങ്ങിയത് തന്നെയാണ് ഞങ്ങൾ. ഇതെല്ലാം തുടങ്ങി ഞങ്ങൾക്ക് അതുവഴിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് അവരുടെ ഒരു മോണോപൊളിറ്റിയാണ്. ഡൽഹി ബേസ് ചെയ്തിട്ട് അവർ ശരിക്കും മാർക്കറ്റ്, ഇന്ത്യയിലെ മാങ്ങയുടെ മാർക്കറ്റ് വില നിശ്ചയിക്കുന്നവരാണ്. അപ്പോൾ ഇത് ഒരു കമ്പനി ത്രൂ നമ്മളിത് അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി അവരത് സമ്മതിക്കില്ല. ഞങ്ങളതെല്ലാം ശ്രമിച്ച് നോക്കിയതുമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ളൊരു വിലയുണ്ട്. അപ്പോൾ നമ്മളിത് മാങ്ങ ഇന്ന വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ട് മെസ്സേജ് പാസ് ചെയ്തിട്ട് ഇന്ന വിലയ്ക്ക് മാങ്ങ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു വില ഫിക്സ് ചെയ്യും. അപ്പോൾ ആരും ആ വിലയിൽ കൂടുതൽ വിലയ്ക്ക് പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പെരിഷബിൾ ആണല്ലോ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരു കാലത്ത് കട്ട് ചെയ്താൽ വൈകുന്നേരം ഇത് പാക്ക് ചെയ്ത് പോകണം. അല്ലാതെ ഇത് പിറ്റേ ദിവസം ഒരു ദിവസത്തേക്ക് വെച്ചാൽ വെയിറ്റ് ലോസ് വരും. പിന്നെ അത് മാത്രമല്ല, ഇത് പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനൊരു പ്രോസസ്സിങ് സംവിധാനങ്ങളോ ഇതൊന്നും മുതലമടയിലില്ല. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിൽ ഗവൺമെൻറ് ശക്തമായി ഇടപെട്ട് കഴിഞ്ഞാലേ നടക്കുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഞാൻ മനസ്സിലാക്കിയത് അവരിവിടെ വന്ന് സ്ഥലം വാങ്ങി തന്നെ ഇത് പാക്കേജിങ് ഇതൊക്കെ നടത്തിയിരുന്നു. അതെ. ഇവിടെ കുറേ പേര് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. സ്ഥിരമായിട്ട് മാങ്ങ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വാടക കൊടുക്കാനുള്ളൊരു ഇതുകൊണ്ട് അവർ സ്വന്തമായി സ്ഥലം വാങ്ങി പാക്ക് ഹൗസ് പണിതു, ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു, സാധനം കയറി പോകുന്നു. ഒരു പാക്കിങ്ങിന് ശരിക്കും പാക്ക് ഹൗസിൽ തന്നെ ഒരു 50 തൊഴിലാളികളുണ്ട് അവരുടെ. ഇപ്രാവശ്യം തൊഴിലാളികളുടെ എണ്ണം കുറച്ചോ? ഇല്ല, ഇപ്രാവശ്യം പല പാക്ക് ഹൗസുകളും തുറന്നിട്ട് തന്നെ ഇല്ല. ഇപ്രാവശ്യം അവർ വന്നിട്ടേ ഇല്ല. ഇനി വരാൻ ഒരു മാസം കൂടി ആയാലേ മുതലമടയിൽ മാങ്ങ എന്തെങ്കിലും കാണുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവരിയ്ക്കുക. എന്നാലേ അവർ വരണമെന്ന് ആലോചിക്കുക. ഈ കാലാവസ്ഥയിൽ മാങ്ങ കിട്ടുമോയെന്ന് കൂടി അവർക്കും വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല.